നമ്മൾ ഈ കാണുന്ന 2 ആൽബിനോ ഫയർ റെഡ് ഓസ്കാറുകളെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 ആഴ്ച ആയിട്ടുണ്ട്. ഇവരെ ഇടാനായിട്ട് ഔട്ട്ഡോർ ഒരു ചെറിയ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ ഇവരെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അതുവരെ നമ്മൾ ഇൻഡോർ വെച്ചേക്കുകയാണ്. മുമ്പ് നമ്മൾ ഓസ്കാറുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവർക്ക് പെട്ടെന്ന് സ്ട്രെസ് വരുന്ന മീനുകളാണ്. ഇതുപോലെ പെട്ടെന്ന് സഡൻ ആയിട്ടൊക്കെ നമ്മൾ ഔട്ട്ഡോർ കൊണ്ടുവരും. ഇപ്പോൾ മാത്രമല്ല ഞാൻ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാട്ടർ ചേഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്ട്രെസ് വരും. സ്ട്രെസ് വരുന്ന സമയത്ത് അവർ ഇതുപോലെ സ്റ്റില്ലായിട്ട് ചില സമയങ്ങളിൽ സൈഡ് ചെരിഞ്ഞ് ഇങ്ങനെ കിടക്കും. അത് ടെമ്പററി ആയിട്ട് ഇത്തരം സിറ്റുവേഷനുകളിൽ അവർ കാണിക്കുന്ന ഒരു ബിഹേവിയറാണ്. ജസ്റ്റ് നമ്മൾ കൈയൊന്നിട്ട് ജസ്റ്റ് അനക്കാണെന്നുണ്ടെങ്കിൽ അവർ അടുത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് മൂവ് ചെയ്യുന്നത് കാണാം. നമ്മൾ കുറച്ച് നാൾ മുമ്പ് 2 ടൈഗർ ഓസ്കാറുകൾ ഓൾറെഡി വാങ്ങിയിട്ട് ഫ്രിഡ്ജ് ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള ആ ഒരു ഫ്രിഡ്ജ് ബോക്സ് ടാങ്കിൽ അവർ അതിനകത്ത് കുഴപ്പമൊന്നുമില്ലാതെ കിടക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അക്വേറിയം ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്താണ് ഈ ആൽബിനോ ഓസ്കാറുകളെ കാണുന്നത്. 2 അക്വേറിയം നിറച്ച് ഈ ഒരു പാറ്റേണിലുള്ളതുണ്ടായിരുന്നു. അതിനകത്ത് വേറെ പാറ്റേണുകളും ഉണ്ടായിരുന്നു. എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ ഇതായതുകൊണ്ട് ഞാൻ ഇതാണ് ചൂസ് ചെയ്തത്. മാത്രമല്ല വലിയ പ്രൈസും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിയത്. ഈ 2 എണ്ണത്തിന് 150 രൂപയാണ് പ്രൈസ് വന്നത്. ഇത് ചെറിയ സൈസ് അല്ല, അത്യാവശ്യം സൈസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കണ്ടെയ്നറിൻ്റെ ആ ഒരു സൈസും ഇവരുടെ സൈസും വെച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. അത്യാവശ്യം സൈസുള്ള പീസുകളാണ്. സാധാരണ ഇതിന് എനിക്ക് തോന്നുന്നു 200-250 ഒക്കെ പ്രൈസ് വരുന്നതാണ്. പക്ഷേ അന്ന് വന്ന ആ സ്റ്റോക്കിന് പ്രൈസ് കുറവായിരുന്നു. 2 എണ്ണത്തിന് ജസ്റ്റ് 150 രൂപയായിരുന്നു പ്രൈസ് വന്നത്. ആ ഒരു പ്രൈസ് കേട്ടപ്പോൾ 300 രൂപ കൊടുത്ത് 4 എണ്ണം എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമ്മൾ ഔട്ട്ഡോർ സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ആ ഒരു ടാങ്കിന് 4 എണ്ണത്തിന് ഇടാനുള്ള കപ്പാസിറ്റി ഇല്ല. 2 എണ്ണത്തിന് ഇടാനേ പറ്റൂ. അപ്പോൾ പിന്നെ പ്രൈസ് കുറവായതുകൊണ്ട് നമ്മളിപ്പോൾ 4 എണ്ണത്തിന് എടുത്തിട്ടും കാര്യമില്ല. ആൽബിനോ ടൈഗർ ക്രോസ് ബ്രീഡ് ആയതുകൊണ്ട് ഇതിനെ ആൽബിനോ ടൈഗർ ഓസ്കാർ എന്നൊക്കെ ചിലർ വിളിക്കാറുണ്ട്. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട വെറൈറ്റി എന്ന് പറയുന്നത് ബ്രൈറ്റ് വൈറ്റ് കളറും ബ്രൈറ്റ് ഓറഞ്ച് പാച്ചും വരുന്നതാണ്. പക്ഷേ എപ്പോഴും നമ്മൾ അക്വേറിയം ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് ആ ഒരു വെറൈറ്റി ഒന്നും കാണാറില്ല. അപ്പോൾ നമ്മൾ ഈ വെറൈറ്റി കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തതാണ്. ഇതിൻ്റെ കളർ പ്യുവർ വൈറ്റ് അല്ല, ആ ഒരു റെഡിൻ്റെ ആ ഒരു ഇത് കയറി വന്നിട്ടുണ്ട് അതിൻ്റെ ബോഡിയിൽ. അതുകൊണ്ടാണ് ഒരു ഓഫ് വൈറ്റ് കളറാണ്. ശരീരത്തിന് ഒരു റെഡിഷ് കളറാണ് വരുന്നത്. വൈറ്റ് ഉണ്ടെങ്കിലും അതൊരു ഓഫ് വൈറ്റ് ആണ്. പിന്നെ സൈഡിലെ പാറ്റേൺ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു റിങ് പോലെ ഇങ്ങനെ വളയം പോലെ കിടക്കുന്ന റെഡ് പാറ്റേൺ ആണ് വരുന്നത്. ആ റെഡിന് നല്ല ബ്രൈറ്റ് കളറും ഉണ്ട്. റെഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓറഞ്ച് കളറാണ്. നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന സമയത്ത് അവർക്ക് ഇത്രയും ഒരു എന്താ പറയുക പാറ്റേണും കാര്യങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. കുറച്ച് ഫെയ്ഡഡ് ആയിട്ടുള്ള കളറായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ചിറക് കാര്യങ്ങളെല്ലാം കുറച്ച് ഡാമേജ് ആയ പോലെയായിരുന്നു. കാരണം അക്വേറിയത്തിനകത്ത് കുറേ എണ്ണത്തിനെ മിക്സ് ചെയ്തിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ എഗ്രഷനോ ഫൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 ആഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡും നല്ല രീതിയിൽ അവർ കഴിക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ കുറച്ചായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത് അപ്പോൾ തന്നെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫുഡ് കാര്യങ്ങളൊക്കെ നന്നായി കഴിക്കുന്നതും വാട്ടർ ചേഞ്ചിൻ്റെയൊക്കെയാണ് അവർ നല്ല രീതിയിൽ ഉഷാറായിട്ട് വന്നത്. ബോഡിയിൽ തന്നെ നല്ല വ്യത്യാസം കാണുന്നുണ്ട് നമ്മൾ ക്വാറൻറ്റൈൻ ചെയ്തതിന് ശേഷം. പിന്നെ നമ്മൾ ജയൻറ്റ് ഗൗരാമികളൊക്കെ ഇൻഡോർ വയ്ക്കുമ്പോൾ ചില ഇഷ്യൂസൊക്കെ വരാറുണ്ടെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. അവർക്ക് ആ സ്വിം ബ്ലാഡറിൻ്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ. ഇവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കേട്ടിട്ടില്ല. അതുകൊണ്ട് ജയൻറ്റ് ഗൗരാമികൾക്ക് വരുന്ന അത്തരം പ്രശ്നങ്ങൾ ഇൻഡോർ വയ്ക്കുമ്പോൾ ഇവർക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം കുറച്ച് നാൾ നമുക്ക് ഇൻഡോർ വെക്കേണ്ടി വരും. കാരണം ആ ഒരു ഔട്ട്ഡോർ ടാങ്ക് സെറ്റ് ചെയ്യുന്നത് വരെ. വലിയ ടാങ്കൊന്നും അല്ല ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇവർക്ക് 2 പേർക്കും അത്യാവശ്യം കുഴപ്പമില്ലാതെ കിടക്കാൻ പറ്റുന്ന ഒരു ടാങ്കാണ് നമ്മൾ ചെയ്യാനായിട്ട് പോണത്. അതിന് 2 സ്പേസ് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സ്പേസ് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇവരെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ ആദ്യം വാങ്ങിയത് നമ്മൾ 2 ടൈഗർ ഓസ്കാറുകളെയാണ്. അതിനുശേഷം നമ്മൾ ഈ 2 ആൽബിനോകളെ വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ 2 വെറൈറ്റികളടക്കം ഇപ്പോൾ നമ്മുടെ കയ്യിൽ ടോട്ടൽ 4 ഓസ്കാറുകളാണ് ഉള്ളത്. ടോട്ടൽ നമ്മളൊരു 4 ടൈഗറും 4 ആൽബിനോകളും മെയിൻറ്റെയിൻ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ടാങ്കുകൾ സെറ്റ് ചെയ്യാനായിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോകളിലായിട്ട് കാണിക്കാം. ഇപ്പോൾ ഞാൻ ഇവർക്ക് ഫീഡ് ചെയ്യുന്നത് പെല്ലറ്റ് ഫുഡാണ്. മീഡിയം സൈസ് പെല്ലറ്റാണ് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ അവർ കഴിക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട്, അല്ലെങ്കിൽ ചൂടുകാലമാണ് വരാനായിട്ട് പോകുന്നത്, അതുകൊണ്ട് ക്ലൈമറ്റൊക്കെ നമുക്കറിയാം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് ഇവർക്ക് കുറച്ച് സേഫാണ്. വെള്ളം തണുക്കുമ്പോഴാണ് ഇവർക്ക് കൂടുതലും പ്രോബ്ലംസ് വരാറുള്ളത്. ജയൻറ്റ് ഗൗരാമികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള മീനുകളാണ്. ഇവർക്ക് ഫംഗസ്, വൈറ്റ് സ്പോട്ട്, ഹോളിൻ്റെ ഡിസീസൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വരുന്ന മീനുകളാണ്. മോശമായിട്ടുള്ള വെള്ളത്തിലൊന്നും അധികകാലം ഇവർ സർവൈവ് ചെയ്യില്ല, അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യില്ല. പെട്ടെന്ന് സ്ട്രെസ് വരും എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ അസുഖങ്ങളൊക്കെ ഇവർക്ക് വരാറുള്ളത്. നമ്മൾ പൊതുവേ ഫിൽട്രേഷനും കാര്യങ്ങളൊന്നും നമ്മുടെ ടാങ്കുകളിൽ അധികം സെറ്റ് ചെയ്യാറില്ല. കൂടുതലും വാട്ടർ ചേഞ്ച് ആണ് കൊടുക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് നോക്കി ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂ ഒന്നും വരില്ല. അതായത് ടാങ്കിനകത്ത് അധികം വേസ്റ്റും കാര്യങ്ങളൊക്കെ അക്യൂമുലേറ്റ് ചെയ്യാതിരുന്നാൽ മതി. അതിപ്പോൾ ഫുഡ് വേസ്റ്റ് ആണെങ്കിലും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ആഴ്ചയിൽ നമ്മൾ റുട്ടീനായിട്ട് വാട്ടർ ചേഞ്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ വലിയ ഇഷ്യൂ വരില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഔട്ട്ഡോർ ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ മഴവെള്ളം ഡയറക്റ്റ് വീഴുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്ന സമയത്തൊക്കെയാണ് ഇവർക്ക് പ്രശ്നം വരാറുള്ളത്. പ്രത്യേകിച്ച് രാത്രി നിർത്താതെയൊക്കെ പെയ്യുന്ന മഴ വരുമ്പോൾ.
പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു ചൂടുകാലം കഴിഞ്ഞ് പെട്ടെന്ന് മഴ വരുമ്പോൾ അതായത് ആദ്യത്തെ എന്താ പറയുക ഒരാഴ്ചത്തെ ആ ഒരു മഴ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അത് പരമാവധി ടാങ്കിൽ വീഴാതെ നോക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആദ്യത്തെ മഴ കഴിഞ്ഞ് കുറച്ച് മഴയൊക്കെ പെയ്ത് അന്തരീക്ഷത്തിലെ ആ തണുപ്പും കാര്യങ്ങളൊക്കെ വന്ന് വെള്ളം തണുത്ത് തുടങ്ങുമ്പോൾ ഇവർ പതിയെ പതിയെ അതിനോട് അഡാപ്റ്റ് ആവാറുണ്ട്. പക്ഷെ നമുക്ക് അത് കൃത്യമായിട്ട് ഊഹിക്കാനായിട്ടോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ടോ പറ്റില്ല. അവിടെയാണ് നമ്മുടെ കാൽക്കുലേഷനുകളൊക്കെ തെറ്റുന്നത്. അതുകൊണ്ട് പരമാവധി മഴവെള്ളം വീഴാതെ നോക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് കൂടുതലും നല്ലത്. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ. ഇവർക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് വാം ടെമ്പറേച്ചർ ആണ്. മഴക്കാലത്ത് കുറച്ച് തണുപ്പാണെങ്കിൽ അവർ അഡാപ്റ്റ് ആവാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ ഈ pH ടെമ്പറേച്ചർ അതുപോലെ തന്നെ ഓക്സിജൻ ലെവലിനൊക്കെ ബാധിക്കാറുണ്ട്. തണുപ്പ് കാലത്ത് ഇവരങ്ങനെ ഡെഡായി പോകാറൊന്നുമില്ല. മഴക്കാലത്താണ് കൂടുതലും പണി കിട്ടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മഴവെള്ളം ഡയറക്റ്റ് വീഴുന്ന ടാങ്കുകളിൽ ഒന്നുകിൽ ടാർപോളിനൊക്കെ കെട്ടിക്കൊടുക്കാം കുറച്ച് ഹൈറ്റിൽ, അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ നമുക്ക് ടാർപോളിൻ കവർ ചെയ്ത് കൊടുക്കാം. കാരണം ടാങ്കിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഓസ്കാറുകളെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ 2 ആൽബിനോകളെ വാങ്ങിച്ചിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിലായിട്ട് നമ്മൾ അറിയിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക.